ജന്മാദ്യസേതുന്നയാതിതരതച്ചാർത്തേഷ്വവിജ്ഞസ്വരാട്ട് തേനേ ബ്രഹ്മഹൃദായ ആദികവയെ മുഹ്യന്തി യത്സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ എത്ര ത്രിസർഗോ മിഷാദാംനാർസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവത അർത്ഥവിചാരത്തിൽ നമ്മൾ എത്തിച്ചേർന്നത് ശ്രീ നാരദൻ വ്യാസനോട് ഒരു നല്ലൊരു ഗ്രന്ഥം രചിക്കണം, ഇതുവരെ രചിച്ചത് ഉള്ള അപാകത പരിഹരിച്ചുകൊണ്ടാവണം അത്. എങ്ങനെയായാൽ ജനങ്ങൾക്ക് കെട്ടുപാടിൽ നിന്ന് മനസ്സ് മുക്തമാവും, മുക്തി അഖിലബന്ധമുക്തയെ, അതിനനുസരിച്ചിട്ടുള്ള ഗ്രന്ഥം രചിക്കണം എന്ന് പറഞ്ഞു. ഈശ്വര കഥകളെ പറ്റി ധാരാളം പറഞ്ഞാലേ അത് എത്തുള്ളൂ. വേറൊരു മാർഗവും ഈ മനസ്സിനെ കെട്ടുപാടിൽ നിന്ന് മുക്തമാക്കാൻ ഇല്ല. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്നത്തെ ജീവിത രീതിയിൽ വളരെ മനസ്സിലാക്കണം. കാരണം വ്യായാമമായാലും ഭക്ഷണമായാലും മരുന്നായാലും നമുക്ക് ആരോഗ്യത്തിന് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ് സംഘർഷരഹിതമായിട്ടുള്ളൊരു മനസ്സ്. എത്ര ആവശ്യമാണെന്ന് പറഞ്ഞാൽ തീരില്ല. എന്ത് മരുന്ന് കഴിച്ചിട്ടും വ്യായാമം ഉണ്ടെങ്കിലും ഭക്ഷണം ഉണ്ടെങ്കിലും നമുക്ക് നല്ലൊരു സ്വസ്ഥത എന്ന 3 അക്ഷരം ഇല്ല എന്ന് വിചാരിക്കുക. BP ഉറപ്പുണ്ടാവും, ചിലപ്പോൾ ഷുഗറും ഉണ്ടാവും, ചിലപ്പോൾ ഹൃദ്രോഗം ഉണ്ടാവും. അപ്പോൾ നമുക്ക് എത്രത്തോളം ആവശ്യമുള്ള കാര്യമാണെന്ന് ആലോചിച്ച് നോക്കുക. അതൊന്നും ഇവിടെ എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും അതങ്ങനെയാണല്ലോ. അപ്പോൾ എപ്പോഴും ഈശ്വരകഥ പറയാനും പാടാനും സാധിക്കുക എന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. അവർക്കെപ്പോഴും ശ്രേയസ് ഉണ്ടാവും. ശ്രേയസ് എന്ന് പറഞ്ഞാൽ ധന, സ്വർണ്ണ, വീട് ആദികളല്ല. ശ്രേയസ്സും പ്രേയസ്സും ഉണ്ട്. ഈ പറയുന്നതൊക്കെ പ്രേയസ്സാണ്. വീട്, സ്വർണ്ണം, ധനം, ഇതൊക്കെ പ്രേയസ് എന്ന് ശരിക്കും പറയാൻ പറ്റും. ശ്രേയസ് മനസ്സിൻ്റെ അവസ്ഥയാണ്. അതിന് ഈ ഭൗതിക ഇതായിട്ട് യാതൊരു ബന്ധമില്ല. ഭൗതിക അവസ്ഥയായിട്ട് യാതൊരു ബന്ധമില്ല ശ്രേയസ്സിന്. അതുകൊണ്ട് ശ്രേയസ് ഉണ്ടാവും എന്ന് പറഞ്ഞത്. പ്രേയസ് ഉണ്ടാവില്ല, ശ്രേയസ് ഉണ്ടാവും. അതാണ് വേണ്ടത്. അപ്പം അത് തൻ്റെ ഒരു കഥ നാരദൻ പറയുകയാണ്. ഞാൻ അങ്ങനെ സദാ ഈശ്വര ചിന്തയിൽ മുഴുകിയത് കാരണം എനിക്ക് യാതൊരു ദുഃഖവും ഇല്ല. മനസ്സ് സദാ സ്വസ്ഥമായിട്ടിരിക്കണു. ഇന്നത്തെ രീതിയിലുള്ള കാറ്, ബംഗ്ലാവ് മുതലായിട്ട് ഇതൊക്കെയാണെങ്കിൽ പണ്ടത്തെ തേര്, ആന, വാഹനം, കുതിര അങ്ങനെയാവാം. അതൊന്നും നാരദനില്ല. ഒരു ധനമോ വീടോ പോലും ഇല്ല, ഒന്നുമില്ല. എന്നിട്ട് എങ്ങനെ സ്വസ്ഥതയുണ്ടായി? അപ്പോൾ ഇതല്ല സ്വസ്ഥതയ്ക്ക് അടിസ്ഥാനം. ആ കഥ എങ്ങനെ താൻ ഈശ്വര വിഷയത്തിലേക്ക് പൂർണ്ണമായിട്ട് എത്തി എന്നങ്ങനെ പറയുകയാണ് തൻ്റെ കഥ ഉദാഹരണമായിട്ട്. അതുകൊണ്ട് അങ്ങനെ ഏതൊരാളും ഈശ്വര ചിന്ത ചെയ്താൽ സ്വസ്ഥതയിലേക്ക് എത്തും. ആ വിചാരം ഉണ്ടാക്കത്തക്ക വിധത്തിലുള്ള ഗ്രന്ഥം രചിക്കണം. അങ്ങനെ ഈശ്വരവിചിന്ത ചെയ്താൽ എപ്രകാരം സ്വസ്ഥത കിട്ടും എന്ന് തൻ്റെ ഉദാഹരണം പറയണം. അഹം പുരാതീതഭവേ ഭവം മുനേ ദാത്യാർത്ഥു കസ്യാച്ചന വേദവാദിനാം നിരൂപിതോ ബാലകേവ യോഗിനാം ശുശ്രൂഷണേ പ്രാവശ്യ നിർവിവിച്ഛതാം. നിർവിവിച്ഛതാം, 2 വീണ്ട് നിർവിവിച്ഛതാം. ഇപ്പം ഇവിടെ പറയണം, ഹേ മുനേ സംബോധന. അഹം പുരാ വേദവാദിനാം കസ്യാശ്ചന ദാസ്യ അതീത ഭവേ അഭവം. ഭവിച്ചു, പൂർവജന്മത്തിൽ ഭവിച്ചു. എങ്ങനെ ഭവിച്ചു? കഴിഞ്ഞ കൽപ്പത്തിൽ പുരാ വേദവാദിന, വേദവാദികളായ കസ്യാശ്ചന ദാസ്യ, ഒരു ദാസിയിൽ നിന്ന്, ഒരു ദാസിയിൽ നിന്ന്, വേദവാദികളുടെ ദാസിയിൽ നിന്ന് എന്നർത്ഥം. ദാസിയല്ല വേദവാദി, വേദവാദികളുടെ ദാസി. ദാസിക്ക് വേദജ്ഞാനം ഇല്ല. വേദജ്ഞാനം ഉള്ളവരുടെ ദാസി ആയിരുന്നു എൻ്റെ അമ്മ.
അവർ മഹാന്മാരാണ്. അവരുടെ ദാസി ആയിരുന്നു അമ്മ. അമ്മയ്ക്ക് അത്ര അറിവോ കാര്യങ്ങളോ വേദവാദമൊന്നും ഇല്ല കേട്ടോ. വേദവാദിനാം ദാസി. അതിൽ നിന്ന് അതീത ഭവേ, പൂർവജന്മത്തിൽ ജനിച്ചു. ഭവേ എന്ന് ജനിച്ചു. ബാലക പ്രാവൃഷി നിർവിവിക്ഷതാം യോഗിനാം ശുശ്രൂഷണം നിരൂപിത. എൻ്റെ അമ്മ ഈ വേദവാദികളായിട്ടുള്ള മഹർഷിമാർക്ക്, ഞാൻ ഇവിടെ പറഞ്ഞുള്ളൂ, ഏത് മഹർഷിമാർ എന്ന് വ്യക്തമാക്കിയിട്ടില്ല. വേദവാദികളായ മഹർഷിമാർ എന്ന് പറഞ്ഞാൽ പലരും ഉണ്ടാവാം, ഒരുപാട് ആളുണ്ടാവാം. സനകാദികളാണ് എന്ന് ചിലർ പറയുമ്പോൾ പറയും, അതാണെന്ന് ഇവിടെ പറഞ്ഞിട്ടൊന്നുമില്ല. കാരണം 4 ആൾക്കാർ എന്ന് എവിടെയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4 ആൾക്കാർ പണ്ട് സനകാദികളേ ഉള്ളൂ. അവർ 4 ആൾക്കാർ ഒപ്പേ നടക്കുള്ളൂ. 4 പേർ എന്ന് എവിടെയോ പറഞ്ഞത് കൊണ്ട് ഇവർ സനകാദികളായിരിക്കാം എന്ന് പറയണു, അത്രയേ ഉള്ളൂ. എന്തായാലും വേദവാദികളായിരിക്കുന്ന മഹർഷിമാരുടെ ദാസ്യമാണ് എൻ്റെ അമ്മ ചെയ്തിരുന്നത്. ആ അമ്മയ്ക്ക് സഹായം എനിക്കും ചെയ്യേണ്ടതായിട്ട് വന്നു. അമ്മയെ സഹായിക്കുക, കുട്ടികളൊക്കെ ആണെങ്കിൽ അത് കടമയാണ്. കുട്ടികൾ സ്വാഭാവികമായിട്ട് ചിലർ ചെയ്യുമല്ലോ. ഇപ്പം യോഗിനാം ശുശ്രൂഷണയെ നിരൂപിത, ഞാനും നിയുക്തനായി. അമ്മയാണ് പ്രധാനമായിട്ട് ചെയ്തത്. ആ അമ്മയുടെ സഹായം എന്ന നിലയ്ക്ക് ഞാനും ആ വേദവാദികളെ ശുശ്രൂഷിക്കുന്നതിൽ ഏർപ്പെട്ടു. നിരൂപിതോ ബാലക ഏവ യോഗിനാം ശുശ്രൂഷണേ, ആ യോഗികളുടെ ശുശ്രൂഷത്തിൽ, പ്രാവൃഷി മഴക്കാലത്തിൽ. എന്താണ് മഴക്കാലത്തിൻ്റെ പ്രത്യേകത? കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, കർക്കിടകം, ചിലപ്പോൾ മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി എന്നീ 4 മാസങ്ങൾ പഴയ കാലത്ത് വ്രതത്തിലും ചാതുർമാസ്യത്തിലും കഴിച്ചു കൂട്ടിയിരുന്നു. ഭൂമി ആ കാലത്ത് രജസ്വലയായത് കാരണം തീർത്ഥയാത്രയ്ക്ക് പോകാറില്ല മനുഷ്യന്മാർ. അപ്പോൾ ഈശ്വരോപാസന വീട്ടിലിരുന്ന് എവിടെയെങ്കിലും ചെയ്യുക, ആശ്രമത്തിലോ വീട്ടിലോ, അങ്ങനെയാണ്. പുറത്തേക്ക് അധികം പോകാറില്ല ഈ 4 മാസം മഴക്കാലമായതുകൊണ്ട്. അങ്ങനെയാണ് അമ്മ അവരെ ശുശ്രൂഷിക്കാനിടയായി. ഞങ്ങൾ താമസിക്കുന്നിടത്ത് അവർ വന്നു. അപ്പോൾ ആതിഥ്യമര്യാദ ചെയ്തു കൊടുക്കണമല്ലോ. 4 മാസത്തെ ചാതുർമാസ്യത്തിൽ അമ്മ അവരെ ശുശ്രൂഷിച്ചു. ഞാനും അവരെ ശുശ്രൂഷിക്കുന്ന പ്രവൃത്തിയിൽ നിയുക്തനായി എന്ന് പറയണം. അഹം പുരാതീത ഭവേഭവം ജനിച്ചു, ഉണ്ടായി. ദാസ്യാസ്തു കസ്യാശ്ചന വേദവാദിനാം നിരൂപിതോ ബാലകയേവ യോഗിനാം. വേദവാദിനാം യോഗിനാം എന്നാണ് പറയേണ്ടത്. വേദവാദികളായിട്ടുള്ള യോഗികളുടെ ശുശ്രൂഷയിൽ നിയുക്തനായി. നിർവിവിക്ഷതാം, ഏകത്ര വസിപ്പാൻ ഇച്ഛിക്കുന്ന യോഗികളുടെ ഒരു വിശേഷണമാണ് നിർവിവിക്ഷതാം. ഏകാഗ്രമായി വസിപ്പാൻ, ചാതുർമാസ്യം മുതലായ വ്രതങ്ങളൊക്കെ ഏകാഗ്രമായിട്ടാണ് ചെയ്യേണ്ടത്. വിവിക്ത സേവി എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞിരിക്കുക, മറ്റ് ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കത്തിൽ നിന്ന് ഒളിഞ്ഞിരിക്കുക. നിർവിവിക്ഷതാം, ഏകാന്തത്തിൽ ഈശ്വരോപാസന വസിക്കാൻ ഇച്ഛിക്കുന്ന ആ യോഗിനാം ശുശ്രൂഷണേ, യോഗികളുടെ ശുശ്രൂഷയിൽ ഞാൻ നിയുക്തനായി. അമ്മ ചെയ്തു, ഞാനും അമ്മയോടൊപ്പം ആ പ്രവൃത്തിയിൽ നിയുക്തനായി. മഹാന്മാരെ ശുശ്രൂഷിച്ചാൽ അതൊരിക്കലും വെറുതെ ആവില്ല എന്നാണ്. വലിയൊരു അനുഗ്രഹം, ശക്തി അതിന് ഉണ്ട്. പണ്ട് അങ്ങനെയാണ് കണക്കാക്കിയിരുന്നത്. അപ്പം ഞാൻ അവരെ ശുശ്രൂഷിച്ചു, അമ്മയും ശുശ്രൂഷിച്ചു. യോഗിനാം ശുശ്രൂഷണേ, യോഗികളുടെ ശുശ്രൂഷത്തിൽ നിയോഗിക്കപ്പെട്ടു. എങ്ങനെയാണ് യോഗികൾ? നിർവിവിക്ഷതാം, ഏകാന്തത്തിൽ വസിച്ച് ഉപാസന ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിശേഷണം. എപ്പോൾ? പ്രാവൃഷി, മഴക്കാലത്ത്. തേ മയ്യപേതാഖില ചാപലിർഭഗേദാന്തേ ധൃത ക്രീഡനകേനുവർത്തിനി ചക്രുകൃപാം യദ്യപി തുല്യദർശനാഃ ശുശ്രൂഷമാണേ മുനയോൽപഭാഷിണി.
അല്പഭാഷിണി എന്ന് പറഞ്ഞാൽ മുനികളുടെ വിശേഷണമാണ്. അധികം സംസാരിക്കില്ല. മുനി എന്ന് പറഞ്ഞാൽ തന്നെ മൗനം ആചരിക്കുന്നവർ എന്നാണ്. അല്പം സംസാരിക്കുന്ന ആ മുനിമാരിൽ മുനയ തുല്യദർശനാഹ, സമദർശനന്മാരാണെങ്കിലും അവർ തുല്യദർശനന്മാരാണ്. അഭേദാഖില ചാപല്, അഭേദങ്ങളായ സകല ചപലങ്ങളോട് കൂടിയവനും എന്ന് പറഞ്ഞാൽ എല്ലാ ചാപല്യങ്ങളും ഇല്ലാത്തവർ എന്നർത്ഥം. ദാന്തേ, ഇന്ദ്രിയങ്ങളെ അടക്കിയവനും. അധൃത ക്രീഡനകെ, കളിക്കോപ്പുകളെ എടുക്കാത്തവനും. കളിയിൽ ശക്തിയില്ല, അതൊക്കെ നാരദൻ്റെ വിശേഷണങ്ങളാണ്. കളിക്കോപ്പുകളെ എടുക്കാത്തവനും. അനുവർത്തിനി, അവർക്ക് അനുകൂലനും. ശുശ്രൂഷണെ ശുശ്രൂഷ ചെയ്യുന്നവനും. വേണ്ടത് മാത്രം സംസാരിക്കുന്നവനും. ബാലനും ആയ എന്നിൽ കാരുണ്യത്തെ ചെയ്തു. മഹർഷിമാർ എന്നിൽ കാരുണ്യത്തെ ചെയ്തു. എന്നോട് കാരുണ്യം ഉണ്ടായിന്ന് പക്കത്രേ സംഭവമുള്ളൂ ആ ശ്ലോകത്തിൽ. ബാക്കിയൊക്കെ നാരദൻ്റെ വിശേഷണങ്ങളാണ്. അങ്ങനെയുള്ള എന്നിൽ നടത്തും. മഹർഷിമാർ എന്നിൽ കൃപ ചെയ്തു. എങ്ങനത്തെ എന്നിൽ? ആ ശ്ലോകത്തിൽ ബാക്കിയൊക്കെ അപേതാകില ചാപലേർ വകെ, ഒരു ചാപല്യവും ഇല്ലാത്ത. അപേതം എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ് അർത്ഥം. അഖില ചാപല്യങ്ങളും അപേതമായിട്ടുള്ളവൻ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തവൻ. ഉപേതമായിട്ടുള്ളവൻ എന്ന് പറഞ്ഞാൽ ഉള്ളവനാവും. അപേതം എന്ന് പറഞ്ഞാൽ ഇല്ലാത്തവനാവും. ഉപേതവും അപേതവും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇവിടെ അപേതാഖിലയാണ്. അതാണ് മയ്യ അപേതാഖില ചാപലേർ വകെ, കുട്ടിക്കാലത്ത് കാണിക്കുന്ന കുസൃതികളൊന്നും ഇല്ലാത്തവനും ഒക്കെ നാരദൻ്റെ വിശേഷണം. ദാന്തേ, ദാന്തേ പറഞ്ഞാൽ ഇന്ദ്രിയ നിഗ്രഹമുള്ളവനും, ഇന്ദ്രിയങ്ങളിൽ വലിയ ശ്രദ്ധയില്ലാത്തവനും. ധൃതക്രീഡനകേനു വർത്തിനി, ക്രീഡയിൽ തൽപരനല്ലാത്തവനും. ക്രീഡയിലൊന്നും കളികളിലൊന്നും അധികം താല്പര്യമില്ല. അധൃത ക്രീഡനകെ, കളിക്കോപ്പുകൾ എടുക്കാത്തവൻ. ക്രീഡ എന്ന് പറഞ്ഞാൽ കളി, ക്രീഡനകം എന്ന് പറഞ്ഞാൽ കളിക്കായി കൊണ്ടുള്ള കോപ്പുകൾ, കളിപ്പാട്ടങ്ങൾ എടുക്കാത്തവനും. ക്രീഡനകം എന്ന് പറഞ്ഞാൽ, ക്രീഡ എന്ന് പറഞ്ഞാൽ കളി, ക്രീഡനകം എന്ന് പറഞ്ഞാൽ കളിക്കോപ്പുകൾ എടുക്കാത്തവനും ഒക്കെ വിശേഷണം. അനുവർത്തിനി ചക്രു കൃപാം, എന്നിൽ, അങ്ങനെയുള്ള എന്നിൽ അവർ കാരുണ്യത്തെ ചെയ്തു. അവർ തുല്യദർശനന്മാരാണ്. ലോകത്തെ മുഴുവനും ഒരേപോലെ കാണുന്നവരാണ്. ചിലരോടൊരിഷ്ടം, ചിലരോടൊരിഷ്ടമില്ലായ്മ എന്നുള്ളത് അവർക്ക് സ്വതവേ ഇല്ല. പക്ഷേ എന്നിൽ ഒരു ലേശം കാരുണ്യം അവർക്കുണ്ടായി. അതൊക്കെ അവരുടെ പ്രകൃത സ്വതവേയുള്ള സ്വഭാവത്തിന് വിരോധമാണ്. ഒരു ആരിലും പ്രത്യേക താല്പര്യമൊന്നും ഇല്ലാത്തവരാണ്. എല്ലാവരെയും ഒരേപോലെ കാണുന്നവരാണ്. പക്ഷേ എന്തോ എന്നിൽ അവർക്കൊരു കൗതുകമുണ്ട്. അങ്ങനെ കളിക്കോപ്പുകളിലൊന്നും ശ്രദ്ധയില്ല. അധികം സംസാരിക്കുന്നതിന് അല്പഭാഷിണി, അത് നാരദൻ്റെ വിശേഷണമാണ്. ഒന്നും സംസാരിക്കണില്ല, കളിക്കോപ്പുകളിൽ ശ്രദ്ധയിൽ എന്തോ ഒരു ചിന്താശീലം ഇവനിൽ കാണുന്നുണ്ടല്ലോ. വേണ്ടത് മാത്രമേ സംസാരിക്കുകയുള്ളൂ. അങ്ങനെയുള്ള എന്നിൽ അവർക്ക് കാരുണ്യം ഉണ്ടായി. അമ്മ ദാസിയായിരുന്നു, ഞാൻ ദാസ്യത്തിൽ സഹകരിച്ചു. ആ മഹർഷിമാർക്ക് എന്നിൽ കാരുണ്യം ഉണ്ടായി. പിന്നെ പറയണം, ഉച്ചിട്ടലേബാൻ അനുമോദിതോ തിജൈ സകൃസ്മപുഞ്ചേ തഥപാർത്തകിൽഭിഷ ഏവം പ്രവൃത്തസ്യ വിശുദ്ധചേതസദ്ധർമ്മയേവാത്മരുചി പ്രജായതേ. ബ്രാഹ്മണരാൽ അനുമോദിക്കപ്പെട്ടവനായിട്ട് അവരൊക്കെ എന്നെ അനുമോദിച്ചു. കൗതുകമാണ്. ആ കുട്ടി അധികം ഒന്നിലും ഒരു ശ്രദ്ധയോ അല്ലെങ്കിൽ അധികം ഒരു കളിക്കോപ്പിൽ ശ്രദ്ധയൊന്നും കാണുന്നില്ല, ഒതുക്കുള്ള കുട്ടി എന്നൊരു തോന്നൽ അവർക്കുണ്ടായി. എന്ത് ചെയ്തു? മഹാന്മാർ കഴിച്ച ഭക്ഷണത്തിൻ്റെ ബാക്കി കഴിച്ചു. ഉച്ചിഷ്ടലേബാൻ, ആ പാത്രത്തിൽ എന്താ ബാക്കി വന്നത് വെച്ചാൽ അത് കഴിക്കും. കഴിച്ചതിൻ്റെ ബാക്കി നിർത്തുകയുള്ളൂ. അവർക്ക് എന്താ കഴിച്ചു വെച്ചാൽ അതിൻ്റെ ബാക്കി. ഉച്ചിഷ്ടലേബാൻ, ഒരു നേരമൊക്കെ ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാവുള്ളൂ, 2 നേരം ഭക്ഷണം ഉണ്ടാവില്ല. ഭക്ഷണം എത്രത്തോളം കുറയണോ അത്രത്തോളം അത്രയും ബുദ്ധി മേപ്പെട്ടുണ്ടാവുക. അത് വെച്ചിട്ട് ഇല്ലാണ്ട് ചെയ്യാനും പാടില്ല. കുറയുക എന്ന് പറഞ്ഞാൽ ഇല്ലാണ്ടാവലല്ല, അളവ് കുറയ്ക്കുക. എത്രത്തോളം നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ ഇല്ലാണ്ടാക്കരുത്. ഇല്ലാണ്ടൊക്കെ ആൾ ബാക്കിയുണ്ടാവില്ല. കുറയ്ക്കുക എന്നുള്ളതാണ്. ചെറിയ അളവിലുള്ള ഭക്ഷണം ബുദ്ധിയെ എപ്പോഴും മേപ്പെട്ട് പ്രസാദിപ്പിക്കുന്നു. ഒരു നേരം ഭുജിച്ചു. സകൃത് ഭുഞ്ചേസ്മ തഥപാർത്തകിൽവിഷ, അതുകൊണ്ട് എൻ്റെ പാപം നശിച്ചു. മഹാന്മാരുടെ ആ ഒരു ഉച്ഛിഷ്ടം, ബാക്കിയുള്ളത് അവർ കഴിച്ചതിൻ്റെ ബാക്കി എന്ന് വെച്ചാൽ എച്ചിലെന്ന് അർത്ഥമില്ല കേട്ടോ. ചിലർക്കൊരു വിചാരമുണ്ട് ഉച്ഛിഷ്ടം എന്ന് പറഞ്ഞാൽ
എച്ചിലാണെന്ന്. അല്ല, ഒരാൾ കഴിച്ചു, കുറച്ചതിൽ ബാക്കിയുണ്ട്, അതിനെ നമ്മൾ ഉച്ചിഷ്ടം എന്ന് പറയാം. ഇവർ കഴിച്ചതിൻ്റെ ബാക്കിയോ തൊട്ടിച്ചിലാക്കിയതോ അല്ല, അതിന് ഉച്ചിഷ്ടം എന്ന് പറയും. ബാക്കിയുള്ളത് എന്നാണ് ഉച്ചിഷ്ടം. തൊട്ട് കഴിച്ചതിൻ്റെ ബാക്കി എച്ചിലാക്കിയത് എന്നർത്ഥമല്ല, അങ്ങനെയില്ല. പാത്രത്തിൽ ബാക്കിയുള്ളത് എന്നർത്ഥം. അതാണ് ഇവിടെ ഉച്ചിഷ്ടം. ആ ഉച്ചിഷ്ടമാണ് ഭക്ഷിച്ചത്, എച്ചിലല്ല, അങ്ങനെ അർത്ഥമില്ല. എന്നിട്ടോ വിശുദ്ധ ചേതസ, ശുദ്ധിയെ പ്രാപിച്ചു. ഇവരുടെ ബാക്കി എന്നുള്ളത് കൊണ്ട് എനിക്ക് ശുദ്ധി ലഭിച്ചു. ഭക്തന്മാരും ജ്ഞാനികളും തപസ്സികളായിട്ടുള്ളവർ കഴിച്ചതിൻ്റെ ബാക്കി പ്രസാദം പോലെ സ്വീകരിച്ചു. ഒരു നേരം ഭക്ഷിച്ചു, വളരെ കുറച്ച് ഭക്ഷിച്ചു. ഒരു നേരം ഭക്ഷിച്ചത് കൊണ്ടും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എൻ്റെ മനസ്സ് ശുദ്ധമായി, എനിക്ക് കൂടുതൽ മനഃശുദ്ധി ലഭിച്ചു. വിശുദ്ധ ചേതസ, ആഹാരത്തിനനുസരിച്ചിട്ടാണ് ഈ ശുദ്ധി ഉണ്ടാവുക. നല്ല ആഹാരം കഴിക്കുന്നവരുടെ മനസ്സ് നന്നാവും. ശുദ്ധ ചേതസ തദ്ധർമ്മേ ഏവ. അപ്പം അതുകൊണ്ട് അവരുടെ ധർമ്മം, അവർ ജീവിക്കുന്ന ആ ധർമ്മമാർഗത്തിൽ എനിക്ക് ശ്രദ്ധ എനിക്കും ഉണ്ടായി. ആത്മരുചി, മനസ്സിൽ താല്പര്യം, പ്രജായതേ സ്മ, ഉണ്ടായി. മനസ്സിൽ താല്പര്യം ഉണ്ടായി. ഉച്ചിട്ടലേബാൻ അനുമോദിതോ ദ്വിജയ്, ദ്വിജന്മാരാ ചിട്ടം ഭക്ഷിച്ചിട്ട് സകൃത്ത് ഒരു നേരം ഭക്ഷിച്ചിട്ട് സ്മപുഞ്ചേ തഥ വാർത്ത കിൽബിഷ, കിൽബിഷം കാപട്യം, കൽമഷം, മനസ്സിൻ്റെ കാപട്യങ്ങളെല്ലാം നശിച്ച് ഞാൻ എന്ത് ചെയ്തു? ഏവം പ്രവൃത്തസ്യ വിശുദ്ധചേതസ, ശുദ്ധചേതസനായിക്കൊണ്ട് ശുദ്ധമായിട്ടുള്ള മനസ്സോടുകൂടി തദ്ധർമ്മ, അവരുടെ ധർമ്മത്തിൽ തൽപരനായി. അവരെങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത് എന്നുള്ളത് താല്പര്യം, അതുപോലെ വേണം എന്ന തോന്നൽ എനിക്കും ഉണ്ടായി. തദ്ധർമ്മയേവ ആത്മരുചി പ്രജായതേ, അങ്ങനെ ഈശ്വരഭാവത്തിൽ മനസ്സ് വന്നു അവർ കാരണം. അങ്ങനെ അവർക്കതേ ചിന്തയുള്ളൂ, വേറെ ഒരു ചിന്തയില്ല. തത്രന്വഹം കൃഷ്ണകഥാ പ്രഗായതാമനുഗ്രഹേണ ശൃണവം മനോഹര താശദയാമേനുപദം വിചണ്ണത പ്രിയശ്രവസ്യംഗമമാഭവദ്രുചി. ഇവിടെ പറയണ തത്ര, അവിടെ, അന്വഹം, ദിവസം തോറും എപ്പോഴും, കൃഷ്ണകഥാ പ്രഗായത, കൃഷ്ണകഥ അല്ലെങ്കിൽ ഈശ്വരഗാനം, കൃഷ്ണകഥകളെ സദാ അവർ പറയുകയും പാടുകയും ഉരുവിടുകയും ചെയ്തിരുന്നു. അവരുടെ അനുഗ്രഹേണ, അനുഗ്രഹം കൊണ്ട്. തത്രാന്വകം കൃഷ്ണകഥ പ്രഗായതാമനുഗ്രഹേണ, കൃഷ്ണഗാഥ പറയുന്നവരുടെ അനുഗ്രഹം കൊണ്ട് എന്തുണ്ടായി? അശൃണവം, ഞാനും കേട്ടു. ശൃണവം കേട്ടു, ശൃണവ കേൾക്കുക. ശൃണവം കേട്ടിട്ട് എന്തുണ്ടായി? മനോഹര അനുപദം ശ്രദ്ധയാ വിശൃണ്ണത, മനോഹരമായിട്ടുള്ള ആ കഥകളെ ഒരു വാക്കുപോലും വിടാതെ കേട്ടു. ചില കഥകൾ കേൾക്കുന്നതുകൊണ്ടുള്ള മാറ്റം ഇവിടെ സ്വയം ഉദാഹരിച്ച് പറയുകയാണ് നാരദൻ തൻ്റെ ഉദാഹരണത്തിൽ നിന്ന്. അപ്പം അത്രമാത്രം ആ കഥകൾ ഒരു പദം പോലും വിടാതെ ഞാൻ കേട്ടു. മനോഹര അനുപദം, മനോഹരമായിട്ടുള്ള അതിനെ, ആ കഥകളെ, എന്ന് പറഞ്ഞാൽ ആ കഥകളെ, നേരത്തെ പറഞ്ഞു കൃഷ്ണകഥ, ഇവിടെ പ്രോനൗൺ, അതുപോലെ ആ കഥകളെ, അവകളെ ശ്രദ്ധയോടുകൂടി വിശൃണ്വത, ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന എനിക്ക്, ഹേ വ്യാസ, പറയണ പൂജ്യ, പ്രിയശ്രവസി, പ്രിയമായ യശസ്സോടു കൂടിയവനിൽ താല്പര്യം ഉണ്ടായി. ആർക്കാ പ്രിയമായിട്ടുള്ള ശ്രേയസ്സുള്ളത്? ഭഗവാന്. പ്രിയമായിട്ടുള്ള ശ്രേയസ്സുള്ളതായിട്ടുള്ള ഭഗവാനിൽ അങ്ങനെ എനിക്ക് ഭക്തി ജനിച്ചു എന്ന് ചുരുക്കം. തത്രന്വഹം കൃഷ്ണകഥാ പ്രഗായതാമനുഗ്രഹേണ ശൃണുവം മനോഹര, കൃഷ്ണകഥ പാടുന്നവരുടെ അനുഗ്രഹത്താൽ, അനുഗ്രഹേണ ശൃണുവം മനോഹര താശദയാമേനുപദം വിചൃണ്ണത, അനുപദം ഓരോ വാക്കും വിടാതെ കേട്ടതുകൊണ്ട്, പ്രിയശ്രവസ്യങ്ക, നല്ല ശ്രേയസ് കീർത്തി ഉള്ള ഭഗവാനിൽ
താല്പര്യം ജനിച്ചു. സത്സംഗം കൊണ്ടേ ഇത് നിസ്സംഗത്വവും ഭക്തിയും ഒക്കെ ഉണ്ടാവുള്ളൂ. തസ്മിൻ തദാലദ്ദരുജർ മഹാമുനേ പ്രിയശ്രവസ്കലിതാമതിർമമ യാഹമേതത്സരസത്രമായയാ പശ്യേ വൈ ബ്രഹ്മണി കൽപ്പിതംബരേ. മാമുനേ എന്ന് സംബോധന. പ്രിയശ്രവസി, പ്രിയമായ യശസ്സോടു കൂടിയ അവനിൽ, ലോകം മുഴുവൻ നല്ല കീർത്തി പരന്നതായിട്ടുള്ള ഭഗവാനിൽ, ലബ്ധരുചേ താല്പര്യം ജനിച്ചതായിട്ടുള്ള എൻ്റെ ബുദ്ധി ഇളക്കമില്ലാതെ ഉറച്ചു. ആദ്യം ജനിച്ചു, പിന്നെ ഉറച്ചു. ജനിച്ചു, വളർന്നു, പിന്നെ ഉറയ്ക്കുക. അതിൽ തന്നെയാണ് ഉറക്കിയാണ്. അസ്കലിത എന്ന് പറഞ്ഞാൽ ഇളകാത്ത. സ്കലിത ഇളകുന്ന, അസ്കലിത ഇളകാത്ത. ഇളകാത്തത് അല്ലാത്തതായി ആ മനസ്സ് മാറി, ഇളക്കമില്ലാത്തതായി തീർന്നു. അഹം പരേ ബ്രഹ്മണി മയി സദസസ് ഏതത്സുമായ കൽപ്പിതം പശ്യേ എന്ന് പറയണം. ആ തിരുവത്തി നിമിത്തം ഞാൻ സ്ഥൂലസൂക്ഷ്മരൂപമായിട്ടുള്ള ശരീരം, പ്രപഞ്ചാതീതനും ബ്രഹ്മസ്വരൂപനും ആയ എന്നിൽ മായാൽ കൽപ്പിക്കപ്പെട്ടതാണെന്നുള്ള തത്വത്തെ പ്രത്യക്ഷമായി അറിഞ്ഞു. ശരീരം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മായയാണെന്നും സത്യമായിട്ടുള്ളതല്ല എന്നും എനിക്ക് ബോധ്യമായി. ഇതിൽ കൂടുതൽ ഭ്രമിക്കേണ്ടതില്ല എന്ന അറിവ് എനിക്കുണ്ടായി. ഏയാഹമേതത് സദസത്സമായ, സത്തായിട്ടും അസത്തായിട്ടും ഉള്ളതിനാണ് സദസത്ത് എന്ന് പറയുന്നത്. സത് പ്ലസ് അസത് സദസത്. സദസത് സ്വമായ പശ്യേമയി ബ്രഹ്മണി കൽപ്പിതം വരെ. ബ്രഹ്മത്താൽ ബ്രഹ്മമായിരിക്കുന്ന എന്നിൽ ഞാനാരാണ്? ബ്രഹ്മമാണ്. ശരീരം ഞാനല്ല. ഞാനല്ലാത്തതായിട്ടുള്ള ശരീരം എന്നിൽ കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനൊരു സംഗതിയാണത് എന്ന് പറഞ്ഞാൽ ഞാനല്ല ഈ ശരീരം എന്ന ബോധം എനിക്കുണ്ടായി. എന്നിലെന്തോ ഒന്നിങ്ങനെ ഒരു കുപ്പായിട്ടിരിക്കണു, അത്രയേ ഉള്ളൂ. അപ്പം ഞാനാരാ? ശരീരമല്ല. ശരീരമല്ലാത്ത ബ്രഹ്മമാണ് ഞാൻ. അതിലെന്തോ ഒരു ശരീരം എന്നോട് ചേർത്ത് കെട്ടി വെച്ചിരിക്കുന്നു എന്ന ഒരു തോന്നൽ എനിക്ക് വന്നു. ഇത്തം ശരപ്രാവൃഷികാവൃതൂ ഹരേ വിചൃണതോമേനു തവം യശോമലം സങ്കീർത്യമാനം മുനിഭിർമകാത്മഭേ ഭക്തി പ്രവൃത്താത്മരജ തമോപഘ. അങ്ങനെ ആ ശരത്ത് ഋതു കഴിഞ്ഞപ്പോൾ പ്രാവൃട്ട് വന്നു. അടുത്ത ഋതുവാണ് പ്രാവൃട്ട് എന്ന് പറയുന്നത്. ശരത്ത്, ഹേമന്തം എന്നൊക്കെ പറയുന്ന ഋതുക്കളാണ്. ഗ്രീഷ്മൻ, ശരത്ത്, പ്രാവൃട്ട് എൻ്റെ ഇടയിലുള്ള ഒരു കാലമാണ്. അങ്ങനെ അവർ എനിക്ക് രജസ്തമോ ഗുണങ്ങളില്ലാത്ത ഭക്തി ഉണ്ടാക്കി തന്നു. രജസ്തമോ ഗുണങ്ങൾ നശിക്കുമ്പോൾ ഭക്തി ഉണ്ടാവും, ഭക്തി ഉണ്ടാകുമ്പോൾ രജസ്തമോ ഗുണങ്ങൾ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഭക്തി ജനിപ്പിക്കുകയും ചെയ്തു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോതി യത്സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.